കണ്ടോ എൻ്റെ ഡെയ്സി പൂക്കൾ? ഇതൊരു കുഞ്ഞ് തൈ കൊണ്ട് ഞാൻ ഡെയ്സി ചെടി വളർത്തി വലുതാക്കി ഇത്രയും പൂക്കൾ ഉണ്ടാക്കിയത് കണ്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നമുക്കൊന്ന് വീഡിയോയിലോട്ട് പോവാം. ഫുള്ളായി നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾക്കും ഇതുണ്ടാക്കി. കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ കാണിക്കാൻ എനിക്കും ഇഷ്ടമാണ്, നടിയിൽ ഇങ്ങ് കാണാൻ നിങ്ങൾക്കും ഇഷ്ടമാണ്. കാരണം എന്താ അറിയുക, എന്താണ് ഞാൻ ഈ പോട്ടി മിക്സിടുന്നുള്ളത് കാണാൻ വേണ്ടി. കാരണം ഞാൻ അത്രക്കും ഇങ്ങനെ പൂക്കളും വിളവെടുപ്പും എല്ലാം കാണിക്കലാണല്ലോ. അപ്പം ഇന്ന് ഞാൻ നടുന്നത്, ഇത്രയും ദിവസം ഞാൻ നട്ടത് പച്ചക്കറി ആയിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നടുന്നത് ഒരു പൂച്ചെടിയാണ്. പൂച്ചെടി ഏതാന്ന് പറഞ്ഞു തരട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഇതാണ് ഇന്ന് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി, പൂച്ചെടി ഡെയ്സി. ഈ ഡെയ്സിൻ്റെ കളറില്ലേ വല്ലാത്തൊരു ഇഷ്ടമാട്ടോ. എനിക്കെന്തൊരു ഇഷ്ടമാണോ ഈ ഡെയ്സിൻ്റെ കളറ്. നോക്ക്, എത്ര കണ്ടാലും മതിയാവില്ല. ഇവിടെ ആര് വന്നാലും ഉണ്ടല്ലോ ഈ ഡെയ്സിൻ്റെ അടുത്തേക്കാണ് കണ്ണു പോവുക. ഇതെങ്ങനെ ഉണ്ടാക്കുക, ഇതെന്താ ചെയ്യുക, ഇതെന്താ ഇതിൻ്റെ ചെടിയുടെ പേരെന്താ, ഇത് വെയിൽ കൊള്ളാൻ പറ്റുമോ, അങ്ങനെ പല സംശയങ്ങളും, എല്ലാ സംശയങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തീർക്കൂട്ടോ. ലൈവായിട്ട് ഞങ്ങളെ കാണിച്ചു തരും. ഇത് തന്നെ ഞാൻ ഏതിലാണ് നടുന്നത് പറഞ്ഞുതരാം. എന്താ ഒരു പോട്ട് കണ്ടോ, ഈ പോട്ടിന് വെറും 15 രൂപയുള്ളൂ. ഞാൻ ഏത് ചെടി നടുകയാണെങ്കിലും കൃഷി എടുക്കുകയാണെങ്കിലും ഞാൻ പോട്ടിനൊന്നും പൈസ കൊടുത്ത് വാങ്ങാറില്ല. പക്ഷേ ഇത് നമ്മളെ മുറ്റത്ത് സിറ്റ് ഔട്ടിലൊക്കെ വെക്കുന്ന പൂച്ചെടി ആയതുകൊണ്ട് നമ്മൾ സിമൻറ്റ് ചാക്കിലൊന്നും നട്ടുകൂടാ. ആ ഒരു ബോറാണല്ലോ, നമുക്കില്ല അത്ര ലാഭം നോക്കിയാൽ ശരിയാവില്ല. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു കെട്ട് എനിക്ക് മോൻ വാങ്ങിത്തന്നു. ഞാൻ വാങ്ങുന്ന സമയത്ത് ആദ്യം ഞാൻ വാങ്ങിയ 17 രൂപയായിരുന്നു. ഇപ്പം മോൻ പോയി വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഇതിന് 15 ഉള്ളും പോലും കുറഞ്ഞു വീണ്ടും. നോക്കി, ഹോൾസൊക്കെ അവർ തന്നെ ഇട്ടിട്ടുണ്ട്, നമ്മളാരും ഒന്നും ചെയ്യണ്ട. ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇത് എങ്ങനെയാണ് ഈ പൂച്ചെടി നടുക എന്നുള്ളത്. ഇതിൽ തന്നെ നമ്മൾ പോട്ടിലിടാൻ പോകുന്നത് ചകിരി. ഈ ചകിരി എവിടുന്ന് കിട്ടിയെന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. എൻ്റെ ബെഡ് പൊളിച്ചതാണ്. അപ്പോൾ ഞാനത് കത്തിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് പിന്നീട് ബുദ്ധി തോന്നിയത് ഇത് നമുക്ക് ചകിരിയായിട്ട് ഉപയോഗിക്കാമല്ലോ എന്നുള്ളത്. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എല്ലാവരും ചിരിക്കും ഇത് കേൾക്കുന്നവർ. പുതിയ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരമായിരിക്കും, അവർ കത്തിക്കാൻ വെച്ചായിരിക്കും. അങ്ങനെ എനിക്ക് കമൻറ്റ് വന്നു, ഓ ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിത് അടിയിലിട്ട് കഴിഞ്ഞാൽ നമ്മളിട്ട പോട്ടി മിക്സ് മണ്ണും ഒന്ന് കുത്തനെ പെട്ടെന്ന് അങ്ങ് ഒലിച്ചു പോരാ. ഇതിനെ തടഞ്ഞു നിൽക്കും. പിന്നെ കുറച്ചൊക്കെ നനവും തടഞ്ഞു നിൽക്കും. നമുക്ക് മണ്ണ് ഒലിച്ചു പോകുമ്പോൾ ഈ ഹോൾസ് അടഞ്ഞു പോകും. അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകും. വേര് ചീഞ്ഞാൽ പറയണ്ടല്ലോ, നമ്മൾ നട്ടിനൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം ഇതങ്ങ് ചെയ്യുക. ഇനി നമ്മൾ ഇടുന്നത് കരിയിലയാണ് ഞാൻ സാധാരണ ഇടുക. ഇപ്പോൾ കരിയില അല്ല, കരിപ്പൂവാ. എൻ്റെ മുറ്റം അടിച്ചു വാരിയാൽ എനിക്ക് കിട്ടുന്ന പൂക്കളാണ്. ബോഗൺവില്ല എന്താ തൊഴിച്ചിലിൻ്റെ അമ്മോ, തൊയ്യുന്നുണ്ട് എന്നുള്ള ബോഗൺവില്ല നോക്കിയാൽ നമുക്ക് തിരിയൂല, അത്ര ശക്തിയിൽ പിന്നെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ നനച്ച് കഴിഞ്ഞാൽ കുറച്ച് നനവട പിടിച്ച് നിൽക്കും. അപ്പോൾ ഇപ്പം ഭയങ്കര വെയിലുമാണ്, നമുക്ക് തന്നെ താങ്ങാനാവുന്നില്ല. നമ്മളും വാടിപ്പോവുക, അതുപോലെ തന്നെ ചെടികളും വാടിപ്പോവുക, തളർന്നു പോവുക ഈ ചൂടത്ത്. അപ്പം നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഈ നനച്ച് കഴിഞ്ഞാൽ കുറച്ച് നനവ് പിടിച്ച് നിൽക്കും. അപ്പോൾ ചെടികൾ ഈ ചൂട് കാലത്ത് AC കിടക്കും പോലെ കിടക്കും, നല്ല അടിപൊളിയായിട്ട് വളരും. ഇനി അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മണ്ണിടുക. കുറച്ച് മണ്ണിടുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ മണ്ണിടേണ്ട ആവശ്യമില്ല. കുറച്ചിട്ട് കഴിഞ്ഞാൽ ഈ പോട്ടി മിക്സ് എല്ലാം പെട്ടെന്ന് വളമായി മാറിക്കോളും. ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല ജീവികൾ നമ്മളിടുന്ന കരിയിലയൊക്കെ പെട്ടെന്ന് വളാക്കി മാറ്റാൻ സാധിക്കും. അത് നമ്മൾ ഇടയ്ക്ക് കുറച്ച് മണ്ണിടുക. അടുത്തത് എൻ്റെ കരിയില കമ്പോസ്റ്റ്. കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചാണകം വരെ തോറ്റുപോകും. അക്കോലത്തിൽ കറുപ്പുമാണ്. ഇതിലുണ്ടല്ലോ, ഇതിൽ കുറേ വിത്തുകൾ ഉണ്ടാവും. നമ്മളെ കണ്ണോട്ട് വയ്ക്കാലൊന്നും വിത്ത് നമ്മൾ കാണൂല. ഇനി നനച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നനച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല ശക്തിയിലുള്ള പിന്നെ തൈ മുളക്കും. കാരണം കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റൊക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ മത്തൻ, കുമ്പളം, ചീര, പയർ, വെണ്ട, എല്ലാം പച്ചമുളക് എല്ലാം ഇതിൽ മുളക്കും. അപ്പോൾ നമ്മൾ അത് മുളച്ച് കഴിഞ്ഞാൽ പിരിച്ച് കുഴിച്ചിട്ടാൽ മതി. നഴ്സറിയിൽ അതിനും പോവണ്ട. നഴ്സറിയിൽ പോയിട്ട് ഇത്രയും നല്ല ശക്തിയിൽ നമുക്ക് തൈയൊന്നും കിട്ടൂല, ഇതിൽ നിന്ന് കിട്ടും പോലെ. ഇനി അടുത്തത് നമുക്ക് നടാൻ പോവുക. നടാൻ പോകുമ്പോൾ നമുക്ക് എന്തായാലും മണ്ണ് വേണം.
ഞാൻ കുറച്ച് മണ്ണിടട്ടെ. ഇട്ടിട്ടൊന്ന് ലെവൽ ചെയ്യുക. നമ്മളെപ്പോഴും ഈ പോട്ടി മിക്സ് ഒക്കെ ഇടുമ്പോൾ ലെവൽ ചെയ്യണം, എല്ലാ ഭാഗത്തേക്കും എത്തണം. പിന്നെ നമ്മൾ എന്ത് ഇട്ടാൽ ഇത് നിറയെ ഇടണ്ട കേട്ടോ. നിറയെ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് പോവുക. അപ്പോൾ ഇത് കുറച്ച് താന്ന് നിന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത് ഡെയ്സി ചെടി നടാൻ പോവുക കേട്ടോ. അപ്പോൾ പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അടിയിൽ ചകിരിയിട്ട് പിന്നെ കരിയില ഇട്ട് പിന്നെ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇട്ട് മണ്ണിട്ട് ഇതേ ഉള്ളൂ എൻ്റെ പോട്ടി മിക്സ് കേട്ടോ. ഇത് നമുക്ക് ഇനി നനച്ച് കഴിഞ്ഞാൽ അമരുമ്പോൾ നമ്മൾ വീണ്ടും ഇങ്ങനെ കരിയിലൊക്കെ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് തൈ നടാൻ പോവുക. തൈ നടുമ്പോൾ ഇതിപ്പോൾ എൻ്റെ കുറച്ച് മുമ്പുള്ള ഡെയ്സി ചെടിയാണ്. ഈ ഡെയ്സി ചെടി പൂത്ത് ഉഷാറായില്ലേ. അപ്പോൾ ഇതിങ്ങനെ പൂത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രൂണിങ് ചെയ്ത് വെച്ചതാണ്. അപ്പം നിറയെ തൈ വന്നു. ഒരു തൈ കണ്ടോ അങ്ങനെ ഒന്നും കൂടി ഉഷാറായി വന്നു, അതവിടെ വെക്കൂ. നമുക്കിനി ഇടയ്ക്കുള്ള തൈയെല്ലാം പിരിച്ച് കുഴിച്ചിട്ടാൽ ഇതിനൊരു ആശ്വാസമാണ്. കാരണം കിട്ടുന്നതൊക്കെ ഒറ്റ രണ്ടോ ചെടിക്ക് മതിയല്ലോ, ബാക്കിയെല്ലാം പിരിച്ച് കുഴിച്ചിടുക. നിറയെ മുറ്റം നിറയെ ഡെയ്സി ആവും. അപ്പോൾ നമ്മൾ പിരിച്ച് കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ അടിയിൽ പോയി കയ്യെത്തുക. ഞാൻ ഗ്ലൗസ് ഇട്ടില്ല. നിങ്ങൾ നടുമ്പോൾ ഗ്ലൗസ് ഇടണേ പ്രത്യേകം പറയുക. ഒരു കുത്തങ്ങാനും കിട്ടിയ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് സഹിക്കൂല. എൻ്റേത് കണ്ട അതേപോലെ നടുന്ന ഞാൻ മെല്ലെ ഇങ്ങോട്ട് വലിച്ചെടുക്കട്ടെ കേട്ടോ. മൂന്നെണ്ണം കിട്ടിക്ക്. ഞാൻ നോക്കുമ്പോൾ രണ്ടെണ്ണേ ഉള്ളൂ. അതാ മൂന്നെണ്ണം ഞാൻ വലിച്ചൂരിങ്ങെടുത്ത്. ഇതാ കണ്ടോ, വേര് തിമ്മൽ കണ്ടോ, വേരോട് കൂടെ അങ്ങെടുത്ത്. ഇതാ കണ്ടില്ലേ, ഇതാ മൂന്നെണ്ണം വേരോട് കൂടെ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ അങ്ങ് നട്ടാൽ ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരും, ഉഷാറിൽ വരും. ബാക്കിയുള്ള ഇവരില്ലേ, ഇവർക്കും നല്ല ആയാസം കിട്ടി, കുറച്ചിങ്ങോട്ട് പോന്നല്ലോ. എന്താ ഇതും ഇനി നന്നായിട്ട് ഇങ്ങോട്ട് ഉണ്ടാവും, ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി നടാൻ പോവുക കേട്ടോ. നടുന്നത് നമ്മൾ സാധാരണ കേട്ടോ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക. ഇങ്ങനെ ഉഷാറായിട്ടുണ്ടാവട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെത് കണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ടാവട്ടെ. ഈ പൂക്കൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് വല്ലാത്തൊരു സുഖം, ഒരു മാനസിക എന്താണെന്നറിയാം. രാവിലെ എണീറ്റ് അടുക്കള പണിയെല്ലാം എടുത്ത് കഴിഞ്ഞ് ഒന്ന് മുറ്റത്തിറങ്ങി അടിച്ചു വാരാൻ നോക്കുമ്പോൾ തളർന്ന് നിൽക്കുന്ന നമുക്ക് പൂക്കളൊക്കെ കാണുമ്പോൾ ഒരു മാനസികമായിട്ടൊരു ഉല്ലാസമാണ്. മാനസികമായ ഉല്ലാസം കിട്ടിയാൽ തന്നെ നമുക്ക് അന്നേരം ഒരു പോസിറ്റീവ് എനർജിയാണ്. പോസിറ്റീവ് എനർജി വന്നാൽ തന്നെ പണിയെടുക്കാനൊന്നും മടി ഉണ്ടാവില്ല. ഇപ്പോൾ രാവിലെ വീടിന് ഒരു ഐശ്വര്യം, ഒരു ഭംഗിയാണ് ഇപ്പോൾ ഇത്ര ഇങ്ങനെ പൂക്കളൊക്കെ കാണുന്നത്. എൻ്റെ വീഡിയോ കണ്ട് താഴെ എത്ര കമൻറ്റാണ് വരുന്നത്, എൻ്റെ പൂക്കൾ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ നടുന്നത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എൻ്റെ ഡെയ്സി ചെടി നട്ട് ഇത്രയേ ഉള്ളൂ. തീരെ വെയിറ്റില്ല, നമുക്കത് ഹാങ് ചെയ്യുകയൊക്കെ ചെയ്യുക. അതിന് തീരെ വെയിറ്റില്ല. മണ്ണുകൾ കണ്ടില്ല, കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇതാണ് എൻ്റെ നടിയിൽ രീതി. ഇത് ഇനിയും ഉണ്ട്, ഇതിൽ ഇനിയും ഉണ്ട് കേട്ടോ. ഇനിയും ഒരു 4-5 ഇനിയും പറിക്കാനുണ്ട്. 4 ഉഷാറാവും. ഞാൻ ഇനി നനക്കട്ടെ, സ്പോട്ട് തന്നെ നനക്കട്ടെ കേട്ടോ. അപ്പം നനക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ കുഞ്ഞ് മക്കളെ നമ്മളെങ്ങനെയാണ് കുളിപ്പിക്കുന്നത്. നമുക്ക് ശക്തിയിൽ വെള്ളം ഒഴിക്കാനൊന്നും പറ്റൂലല്ലോ. അതുപോലെ തന്നെ ഇവർക്ക് വാടാണ്ട്, ഇവർക്ക് പോറലേൽക്കാണ്ട് അതിന് പറ്റിയതാണ് ഇത്. നോക്ക് ഇങ്ങനെ അങ്ങ് ഇതാക്കുക. ഇത് ഇങ്ങനെ പിടിച്ചാൽ അങ്ങനെ വരും. ഇതാ ഇങ്ങനെ അങ്ങ് നനച്ച് കൊടുത്താൽ നമ്മൾ നനക്കുന്ന ഇവരും നോക്കിക്കല്ലേ, ഇവർക്കും ആയിക്കോട്ടെ. ഒരാളെ മാത്രം നോക്കിയെന്നാവേണ്ട. ഇങ്ങനെ അങ്ങ് നനച്ച് കഴിഞ്ഞാൽ ഇതിനി പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മളിപ്പം നട്ടതേ ഉള്ളൂ, വേരുള്ളത് തന്നെയാണ് നട്ടത്. പക്ഷേ ഈ നട്ടത് നമ്മൾ വെയിലത്ത് വെക്കരുത്. എത്ര ദിവസം എന്നറിയാം? 15 ദിവസം വെയിലത്ത് വെക്കരുത്. 15 ദിവസം ഇവരെ നമ്മൾ ICUവിൽ കൊണ്ടുപോയി നിർത്തും ഞാൻ. എന്നിട്ട് തെളിഞ്ഞ് ആളായി പുതിയൊരു തളിര് വരുന്നുണ്ടെന്ന് കണ്ടാൽ മാത്രമേ ഞാൻ വെയിലത്ത് കൊണ്ടുവരൂ കേട്ടോ. അപ്പോൾ എന്നോട് എല്ലാവരും പറയൂ, ഞാൻ നട്ടതുണ്ടാവുന്നില്ല എന്നുള്ള കേസ് എത്രയായിരിക്കും പറയുന്നത്. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നട്ട് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ നട്ട് കഴിഞ്ഞിട്ട് ഈ തണലത്ത് വെച്ച് ദിവസേന നനച്ച് കഴിഞ്ഞ് തളിര് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ വെയിലത്ത് വെക്കാവൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂച്ചെടികളൊക്കെ അല്ലേ, രാവിലെ എഴുന്നേറ്റ് നമ്മളെല്ലാം പരിശോധിക്കണോ, പുഴുക്കേടുണ്ടോ, വെള്ളീച്ച വന്നിട്ടുണ്ടോ, ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ, രാത്രി ആക്രമിക്കാൻ ആൾ വരൂ കണ്ടോ നമ്മൾ നോക്കണോ. എന്നാലൊക്കെ നമ്മളെ പൂച്ചെടികളിങ്ങ്
വിജയിക്കുള്ളൂ. നോക്കി ഞാൻ നനച്ചിട്ട് അടിയിലേക്ക് പോയിട്ടേ അല്ല അവർ കരിയില പിടിച്ചെടുത്തതാ. ഇതാ ഞാൻ പറഞ്ഞല്ലോ സ്പോഞ്ച് പോലെ അവിടെ നിൽക്കുന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇപ്പം എൻ്റെ ഡെയ്സീൻ്റെ സംശയം തീർന്നല്ലോ. നിങ്ങൾക്ക് ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇത് പിരിച്ചെടുക്കുന്നതും നടുന്നതും പൂവുണ്ടാവുന്ന. ഇത് പൂവുണ്ടായി കഴിഞ്ഞ് കുറച്ച് കരിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ ഇത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യണം. ഇതാ ഇവിടെ കട്ട് ചെയ്യണം. എന്നാലേ പിന്നെ രണ്ടാമത് ചുറ്റും തൈകൾ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോ ഫുൾ പൂക്കളെ വീഡിയോ ആണല്ലോ. അപ്പോൾ നോക്കി എൻ്റെ മെലസ്റ്റോമ പൂവിട്ട് നോക്ക്. വെരി അടുത്തത് കണ്ടു നോക്കി. ഇത് അടുത്ത് കണ്ടാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. ദൂരെ അത്ര മനസ്സിലാവൂ. ഇല കാണാണ്ടേ പൂക്കൾ ഉണ്ടായത്. ഇല കാണാണ്ട് ഇതെങ്ങനെയാണ് പൂക്കൾ ഇങ്ങനെ ഉണ്ടായത്, എങ്ങനെയാണ് ഇത് തൈ പിടിപ്പിക്കാന്നൊക്കെ എൻ്റെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ, എൻ്റെ ചാനലിലുണ്ട് കണ്ടോ. ഇനി അടുത്തത് നമ്മളെ മെലസ്റ്റോമ കഴിഞ്ഞു. ഇനി അടുത്ത ബോഗൺവില്ല നോക്ക്. ഓറഞ്ച് ബോഗൺവില്ല ഇങ്ങ് പൂത്തുലയുണ്ടല്ലോ. 8-9 മാസം ഉണ്ടാവും ഇങ്ങനെ നിൽക്കും ബോഗൺവില്ല. ഇനി അതാ അവിടെ റോസ്, അവിടെ ചുവപ്പ്. പിന്നെ നാടൻ ബാൾസം കാണിച്ചു തരാം കേട്ടോ. നാടൻ ബാൾസം ഇതാ ഇതൊക്കെ നാടൻ ബാൾസ. ഇതാ ഇത് നോക്ക് എന്തൊരു ഭംഗിയാ അത് നോക്ക്. കട്ട ചോപ്പ്. ഇനി ഇതാ വേറെ ഇതൊക്കെ എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അത് തൈകൾ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. വെള്ള പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്ത് രസമാണ് നോക്ക്, പല കളറിൽ നനച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നൊരു പൊത ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താ അറിയോ, നമ്മൾ നനച്ച് കഴിഞ്ഞത് ഉണങ്ങിപ്പോവും, വേഗം ഉണങ്ങിപ്പോവും. മേൽഭാഗം ഉള്ളിൽ കുറച്ച് കരിയിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പൊത ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഉണങ്ങൂല. വേനൽക്കാലമായിട്ടാണ് ഈ പറയുന്നത്. മഴക്കാലമാണെങ്കിൽ ഒന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ 3 നട്ടല്ലോ ഒരു ചട്ടിയിൽ. അപ്പോൾ നിറയും ഇതിൽ. അപ്പോൾ പൂക്കളും നിറയും. അപ്പോൾ തിങ്ങി നിറയാൻ വേണ്ടിയിട്ടുള്ള സൂത്രവിദ്യകളാണ് ഇതൊക്കെ. 4 വേണം ഇതിൽ നടാം. എന്താ കണ്ടോ, അതും കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നനക്കും, തളിര് വന്നോ നോക്കും, പുറത്ത് വെയിലത്ത് കൊണ്ടുപോയി വെക്കും. ഇപ്പം ഞാൻ ഐസിയുവിലാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ നടിയിൽ വീഡിയോ നിങ്ങളെല്ലാവരും സംശയം തീർന്നു എന്ന് വിചാരിക്കുന്നു. ഒരു സംശയം ബാക്കി വെച്ചില്ല. ചോദിച്ചതിനൊക്കെ ഉത്തരം തന്നു കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.